ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നമ്മളെല്ലാവരും സന്തോഷമായിരിക്കുന്നു കരുതുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ റീൽസിൽ വരുന്നത്. ഒക്ടോബർ മാസം 10, 11, 12 തീയതികളിൽ നമ്മുടെ പാർക്കിയുടെ ഇവാഞ്ചലൈസേഷൻ്റെ നേതൃത്വത്തിൽ ഒരു തപസ്ധ്യാനം നടത്തപ്പെടുകയാണ്. ഞാൻ അത് വചനം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വചനം. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചാരം പൂശി ചാക്കുടുത്ത് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പ്രത്യേകമായിട്ട് മനസ്സിനെ, ശരീരത്തിനെ, ആത്മാവിനെ നമ്മൾ സത്യമായ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന മുൻദിനങ്ങളാണ് തപസ് ധ്യാനം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ രൂപതയിൽ നടത്തപ്പെട്ട തപസ് ധ്യാനത്തിലൂടെ ദൈവം എത്രയോ ജീവിതങ്ങളെ എത്രയോ അധികമായി അനുഗ്രഹിച്ചു. എത്രയോ സാക്ഷ്യങ്ങൾ, കർത്താവ് മക്കളില്ലാത്ത എത്രയോ ദമ്പതികൾ കുഞ്ഞുങ്ങളെ കൊടുത്തു. അങ്ങനെ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ വെളിപാടുകൾ ലഭിച്ച ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തിലെ തപസ് ധ്യാനം. ഈ വർഷവും നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ ആഗ്രഹിച്ചുകൊണ്ട് തപസ് ധ്യാനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഒക്ടോബർ 10, 11, 12 തീയതികളിൽ കേംബ്രിഡ്ജിലുള്ള ബക്ടൺ ടവേഴ്സിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിലിടാം. നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലോട്ട് ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.